എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമേ, എല്ലാം മറക്കുന്ന സ്നേഹമേ, വല്ലഭനായിടും ദൈവകുമാര ദിവ്യകാരുണ്യനാഥാ. യേശു സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹിക്കണം. യേശു മനസ്സലിഞ്ഞതുപോലെ ഞാൻ മനസ്സലിയണം. യേശു കരുണ കാണിച്ചതുപോലെ ഞാൻ കരുണ കാണിക്കണം. യേശു പാപം ക്ഷമിച്ചതുപോലെ ഞാൻ പാപം ക്ഷമിക്കണം. യേശുവിൻ്റെ പാപക്ഷമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, when he forgives, he forgets. അവൻ പാപം ക്ഷമിക്കുമ്പോൾ അവൻ പാപത്തിൻ്റെ കാര്യം മറന്നു പോകുന്നു. അവൻ പിന്നെയും അത് ഓർത്തുകൊണ്ടിരിക്കത്തില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. നമ്മളൊക്കെ ആളുകളോട് എന്തെങ്കിലും ക്ഷമിച്ചാലും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഓർത്തോണം നീ അന്ന് എന്നോട് ചെയ്തതെന്ന് പറയും. ഒരു ചെറുക്കൻ ഒരു വീട്ടിൽ അവൻ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അവരുടെ വീട്ടിൽ ഒത്തിരി ഗൂസ്, ഈ എന്താ നമ്മുടെ നാട്ടിൽ താറാവ് പോലെ താറാവ് ഉണ്ടായിരുന്നു. അപ്പോൾ താറാവിനെ ഇവനിങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു ദിവസം കല്ലെറിഞ്ഞെറിഞ്ഞ് അറിയാതെ ഒരു താറാവിൻ്റെ തലയിൽ ചെന്ന് കൊണ്ടു. താറാവ് അങ്ങ് പോയി. പെട്ടെന്ന് ആദ്യം ഒന്നും അറിയാത്ത പോലെ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് കളിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ താറാവ് ചത്ത് കിടക്കുന്നു. പക്ഷേ ഇവൻ്റെ മനസ്സിലൊരു ഭയങ്കര സങ്കടം. അപ്പനോടിത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകുമോ? അവിടെ എല്ലാവരും തിരക്കുക, എങ്ങനെയാ താറാവ് ചത്തത്? എല്ലാവരും അന്വേഷിച്ച് നടക്കുകയാണ്, എങ്ങനെയാ താറാവ് ചത്തത്, ആരാ താറാവിനെ എറിഞ്ഞത്? ഒടുവിൽ ഇവൻ ചിന്തിച്ചു, ശരി എന്നാൽ പിന്നെ പറഞ്ഞേക്കാം. അവൻ ചെന്നിട്ട് പറഞ്ഞു, പപ്പ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അറിയാതെ കൊണ്ടതാ, എന്നോട് ക്ഷമിക്കണം. അവൻ പറഞ്ഞു, ശരി നീ വന്ന് പറഞ്ഞതല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത്. ഇല്ല. പിന്നത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ എപ്പോൾ കളിക്കാൻ ഇറങ്ങിയാലും അപ്പൻ പറയും, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്നാളെ താറാവിനെ എറിഞ്ഞു വന്ന പോലെ താറാവിനെ എറിഞ്ഞേക്കല്ലേ കേട്ടോ, സൂക്ഷിക്കണം. പിന്നെ എന്നും എപ്പോൾ കണ്ടാലും പറയുന്നത് എന്താ, എടാ ചെറുക്ക കളിക്കുന്നത് സൂക്ഷിച്ചു പോകണം, എന്തോ ചെയ്യണം, താറാവിനെ എറിഞ്ഞ് കൊന്നേക്കരുത്. പിന്നെ ചെറുക്കൻ പറഞ്ഞു, there is a big difference between dad and Christ. യേശു ക്രിസ്തുവും ഡാഡ് ആൻഡ് ജീസസ്, യേശുവും ഡാഡിയും തമ്മിൽ ഒത്തിരി വലിയ വ്യത്യാസമുണ്ട്. പിന്നെ അവൻ ചോദിച്ചു, എന്താ വ്യത്യാസം മറ്റൊന്നുമല്ല, യേശു പാപം ക്ഷമിക്കുമ്പോൾ അത് പിന്നെ ഓർക്കത്തേ ഇല്ല, അത് മറന്നു കളയും. പക്ഷേ ഡാഡി പാപം ക്ഷമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കുക മാത്രമല്ല, അത് മറക്കണം. നമ്മൾ മറ്റുള്ളവരുടെ പാപം ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവ് നൽകിയ പാപക്ഷമ ലാപ്സായി പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറയാണ്, കർത്താവെ, ഒരു സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ? പത്രോസ് ചോദിക്കുന്നു, എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? അവൻ്റെ മാക്സിമം അവൻ പറഞ്ഞത്. അത് തന്നെ അവന് സഹിക്കാവുന്ന കാര്യമല്ല, നമുക്ക് സഹിക്കാൻ പറ്റില്ല. 7 വട്ടം ഒരേ കാര്യം തന്നെ, ഒരേ കാര്യത്തിൽ 7 വട്ടം ഒരാൾ എന്നോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഞാൻ അത്ര ശാന്തനായിരിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും അത്ര ബോധ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ കർത്താവ് പറയാണ് 70 വട്ടം വേണമെന്ന്, 470 ടൈംസ്. പക്ഷെ 470 എന്ന് പറയുന്ന ഡേറ്റ് ടൈം നോക്കിയിരിക്കണ്ട. ഓക്കെ, 470 വരെ ഞാൻ ക്ഷമിക്കാം, അത് കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ വാട്ട് ജീസസ് സേസ്, എപ്പോഴും ക്ഷമിക്കണം, എന്നും ക്ഷമിക്കണം, എല്ലായ്പ്പോഴും ക്ഷമിക്കണം. കാര്യം കർത്താവ് 770 പ്രാവശ്യം അല്ലല്ലോ നമ്മളെ ക്ഷമിച്ചിരിക്കുന്നത്. മറ്റുള്ളവരോടൊക്കെ ക്ഷമിക്കാൻ മനസ്സുള്ളാത്ത സമയത്തൊക്കെ നമ്മൾ ആലോചിക്കണം, നമ്മളോട് കർത്താവ് എത്ര വട്ടം ക്ഷമിക്കുന്നു എന്നുള്ളത്. ഞാനൊരിക്കൽ, ഇപ്പോഴല്ല, ഒത്തിരി വർഷം മുമ്പ് ഒരു പ്രാവശ്യം എൻ്റെ മദർ ഇങ്ങനെ ഒരാളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ വായി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അയാൾ എൻ്റെ മനുഷ്യനാണ്. എൻ്റെ കർത്താവിനോട് പെട്ടെന്ന് ചോദിച്ചു, അയാളുടെ കാര്യം വേണ്ട, നീ എന്നാ മനുഷ്യനാണ്? അപ്പം അയാൾ എന്നാ മനുഷ്യനാണെന്ന് ചോദിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ കർത്താവിനോട് ചോദിച്ചു, നീ എന്നാ മനുഷ്യനാണ്? ഇതല്ലേ വാസ്തവം? മറ്റുള്ളവർ ക്ഷമിക്കാൻ മനസ്സില്ലാത്തപ്പോൾ കർത്താവ് നമ്മളോട് എത്ര വട്ടം ക്ഷമിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗരാജ്യം തന്നെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം എന്ന് പറഞ്ഞ് ഉപമ പറയുന്നത്. ഒരു വ്യക്തി കണക്ക് നോക്കിയപ്പോൾ 10,000 താലന്ത്
കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാഞ്ഞതുകൊണ്ട് അവനെ ഇളച്ചു കൊടുത്തു. രണ്ടാമത്തെ വ്യക്തിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഇവൻ അവിടുന്ന് പോകുമ്പോൾ ഇവനോട് മറ്റൊരാൾ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയാള് വാങ്ങിച്ചിട്ടുള്ളത് 100 വെള്ളിക്കാശ് കടംപെട്ടു. പക്ഷേ ഈ മനുഷ്യൻ ക്ഷമിക്കാൻ തയ്യാറായില്ല. ഈ സ്റ്റോറി നിങ്ങൾക്കറിയാം. ഇതിനകത്ത് ഈ പ്രത്യേകത നിങ്ങളൊന്ന് അറിയണം. 10,000 താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കണക്ക് അനുസരിച്ച് നോക്കിയാൽ ഏകദേശം 100 കോടി രൂപ വരും. 100 കോടി രൂപ. എന്നാൽ 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു 10,000 രൂപ വരുമെന്ന് വെച്ചു. അതിക്കുള്ളൊന്നുമില്ല. 10,000 rupees മാക്സിമം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. 100 കോടി രൂപ കടമുണ്ടായിരുന്നത് ഇളച്ചു കിട്ടിയവൻ വെറും 10,000 രൂപ അവന്റെ കടക്കാരന് ഇളച്ചു കൊടുക്കുവാൻ തയ്യാറായില്ല. ഇതാണ് അവിടുത്തെ സംഭവം. അപ്പോൾ ഇവന്റെ കൂട്ടുകാർ ചെന്നിട്ട് പറഞ്ഞു, ദേ നീ ഇവൻ ഇത്രയും ഇളച്ചു കൊടുത്തല്ലോ, ഇതാണ് ഇവൻ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ യജമാനൻ അവനെ വിളിപ്പിച്ചു. ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയിൽ ഞാൻ ആ കടമൊക്കെയും വിളിച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു അവന്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നോക്ക്, ഒരിക്കൽ ക്ഷമിച്ച് കിട്ടിയതാണിത്. പക്ഷേ അവൻ ക്ഷമിക്കാഞ്ഞതുകൊണ്ട് അവന്റെ ക്ഷമ എന്തായിപ്പോയി? ലാപ്സായിപ്പോയി. കർത്താവിനോട് നമ്മൾ പാവങ്ങൾ ഏറ്റു പറയുമ്പോൾ കർത്താവ് ഓക്കെ, ഞാൻ പാപമൊക്കെ ക്ഷമിക്കാം, ആദ്യം ഒരു കാര്യം ചെയ്യുക, ആരൊക്കെ നിന്നോട് തെറ്റിയിട്ടുണ്ടോ അവരോടെല്ലാം നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ക്ഷമിച്ചവരുടെ ലിസ്റ്റെല്ലാം കൂടെ കൊടുത്ത് കഴിയുമ്പോഴൊന്നും അല്ല കർത്താവ് എൻ്റെ പാപം ക്ഷമിക്കുന്നത്. ഞാൻ കർത്താവിനോട് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു? എൻ്റെ പാപത്തെ ക്ഷമിച്ചു തരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിക്കാതെ ഇരുന്നാൽ എൻ്റെ ക്ഷമിക്കപ്പെട്ട സകല പാപങ്ങളും വീണ്ടും നിലവിൽ വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതാണ് ക്ഷമ ലാപ്സായി പോകുമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പാപക്ഷമ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ആരും ആശ്വസിക്കേണ്ട. ഈ പാപക്ഷമ പ്രായോഗികമാകണമെങ്കിൽ നമുക്ക് സകലരോടുമുള്ള കടങ്ങളെ ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറായാലേ പറ്റൂ. അതിനോട് ചേർന്നാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ, ആ വാക്ക് വളരെ പ്രസക്തമാണ്. നമ്മളൊക്കെ ചിലപ്പം ഈ ആളുകളെ വിളിച്ചു വരുത്തി സഭയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമ ചോദിപ്പിക്കുന്നൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 6 മണിക്കൂർ 10 മണിക്കൂറൊക്കെ സംസാരിച്ച് എന്നിട്ടാണ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സമ്മതിക്കുന്നത് തന്നെ. സമ്മതിച്ച് കഴിയുമ്പം പറയും, ആ ശരി, അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചാല്, എനിക്ക് ആരോടും ഒന്നുമില്ല, എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചാല്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ സ്വർഗത്തിൽ അങ്ങ് കണക്കെഴുതി വെക്കുമെന്ന്? ഇവിടെ പറയുന്നത് ഹൃദയപൂർവം ക്ഷമിക്കാൻ, ഞാൻ ഫ്രം യുവർ ഹാർട്ട്. ഹൃദയപൂർവ്വം ക്ഷമിച്ചാലുള്ള പ്രത്യേകത എന്താണ്? അതിനകത്ത് പിന്നെ കണക്കെഴുത്തില്ല എന്നുള്ളതാണ്. കണക്ക് നോക്കി ക്ഷമിക്കുന്നവരാണ് നമ്മൾ. മനസ്സുകൊണ്ട് പണിതാണ് നമ്മൾ ക്ഷമ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ നോക്കുകയാണ്. അത് വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം ഒന്നുമല്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ടൊന്നുമില്ല. തീരണമെങ്കിൽ പറയാതെ തീർന്നല്ലേ ഉള്ളൂ. ബ്രദർ വന്നാട്ടെ, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം എന്നൊക്കെ പറയുമല്ലോ. എവിടെ നടന്നിട്ടുള്ളത്? നടക്കത്തില്ല. വല്ലതും കാര്യം തീരണമെങ്കിൽ പറയാതെ തീർക്കണം. പറയാതെ തീർക്കുന്നതാണ് ഹൃദയപൂർവം ക്ഷമിക്കുന്നത്. അവൻ കെട്ടിപ്പിടിച്ചു പറയാം, ബ്രദറെ പൊക്കോട്ടെ, എന്തൊക്കെ സംഭവിച്ചു, ഇനി നമ്മൾ അതിനെ ഒന്നും പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, ഫോർഗിവ് മീ എന്ന് പറയുന്നതാണ് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ഷമ പ്രായോഗികമാകണമെങ്കിൽ, യേശു സ്നേഹിച്ച പോലെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്ഷമിച്ചതുപോലെ എനിക്ക് ക്ഷമിക്കാൻ കഴിയണം. യേശു ക്ഷമിച്ചതുപോലെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വർഗസ്ഥ പിതാവ് എന്നോട് ക്ഷമിച്ച ക്ഷമ ഇല്ലാതെയായി പോകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ.
എത്ര പേടിപ്പിക്കുന്ന ഒരു വാക്കാണിതെന്ന്. വേദോസം വായിച്ചാൽ ഭയത്തോടും വിറയലോടും കൂടെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രവാസകാലം ഭയത്തോടും വിറയലോടും കൂടെ. യേശുവിനെ പോലെ ആകുവാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ അവൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ദ മീക്ക്നെസ് ഓഫ് ജീസസ്, അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി ആൻഡ് മീക്ക്നെസ്, താഴ്മയും സൗമ്യതയും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ചില വാക്കുകളാണ് നമ്മളവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28 മുതൽ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ഏവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. കർത്താവ് പറയാണ്, അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ഞാൻ റെസ്റ്റ് കൊടുക്കാമെന്ന് പറയുന്നത്. റെസ്റ്റ്. എന്നാൽ ആ ആശ്വാസവചനത്തോട് ചേർന്ന് കർത്താവ് പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അങ്ങനെ പഠിച്ചാൽ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. അപ്പൊ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ കർത്താവ്? അതായത് യേശു നമ്മളെ ആശ്വാസത്തിന് വേണ്ടി, ഐ വിൽ ഗിവ് യു റെസ്റ്റ്, വിൽ ഗെറ്റ് റെസ്റ്റ്, സംശയമൊന്നുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ആളുകൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് എന്ത്? റെസ്റ്റ് എന്ന് പറയുന്നത്. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്ന കാര്യമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശാന്തത, അല്ലെങ്കിൽ വാട്ട് യു സേ, ഫ്രീഡം. റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ മൈൻഡ് യാതൊരു രീതിയിലും, മനസ്സെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം മറിയുന്നില്ല. നമ്മളൊരു ശാന്തമായ അന്തരീക്ഷത്തിലാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഫ്രീഡമുണ്ട്, നമുക്ക് ഭാരമില്ലാത്തൊരവസ്ഥ. അതാണ് റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. യാതൊരു രീതിയിലും എന്താണ്, നമ്മൾ അൺറെസ്റ്റ് ഇല്ലാത്ത യാതൊരു രീതിയിലുള്ള ഒരു രീതിയിലും നമ്മളെ മറ്റൊന്നും ബാധിക്കാത്ത, നമ്മളെ ബോദർ ചെയ്യാത്തതായ ഒരു ലൈഫ്. അപ്പോൾ യേശു നമുക്ക് റെസ്റ്റ് നൽകും എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് കർത്താവ് പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ ആശ്വാസം യേശു തരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആളുകളോടെല്ലാം പറയും, നീ യേശുവിൻ്റെ അടുത്ത് വാ, നിനക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ മനസ്സിന് കിട്ടുന്ന ഒരു ചെറിയൊരു ആശ്വാസത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ഒരുപക്ഷെ എല്ലാവരും ഓഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലോകത്തിലുള്ള മറ്റ് മതങ്ങളും മറ്റ് ആളുകളും പറയുന്നത് പോലെയുള്ള ഒരു ആശ്വാസമല്ല യേശു നിങ്ങൾക്ക് തരുന്നത്. യേശു തരുന്ന ആശ്വാസം പ്രാർത്ഥനയ്ക്ക് ചെന്നിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആശ്വാസമല്ല. ചിലപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മോനെ ഞങ്ങളുടെ മീറ്റിങ്ങിന് പാടാം, ഒരു ആശ്വാസം ഉണ്ടാകട്ടെന്ന്. ചിലപ്പോൾ ആളുകൾ പറയുന്നതും കേട്ടിട്ടുണ്ട്, വിശ്വാസികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ ഇവിടെ ഇരുന്ന മനസ്സിനൊരു സ്വസ്ഥതയില്ല, എന്നാൽ പിന്നെ വല്ല പ്രാർത്ഥനയ്ക്കും പോയിരിക്കുകയാണെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാകുമല്ലോ. അപ്പോൾ വീട്ടിൽ കിട്ടാത്ത സ്വസ്ഥത കിട്ടാനായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവ് നമുക്ക് നൽകുന്ന സ്വസ്ഥത, സമാധാനം എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമുള്ള ഒരു കാര്യമല്ല. ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ അല്ല. ലോകം തരുന്ന സമാധാനം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. പക്ഷെ ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് എടുത്തു കളയുവാൻ ആർക്കും കഴിയേയില്ല. എന്തുകൊണ്ടാണ്? അവന്റെ സമാധാനം എന്ന് പറയുന്നത് അവന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവന്റെ സാന്നിധ്യമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അതുകൊണ്ട് അവന്റെ സാന്നിധ്യം ഉള്ളിടത്തെല്ലാം നമുക്ക് എന്താ ഉണ്ട്? സമാധാനമുണ്ട്. അല്ലാതെ സഭാഹോളിനകത്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം മാത്രമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മറ്റ് ന്യൂ ഏജ് മൂവ്മെന്റുകാരൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ജീവനകലക്കാരൻ കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമാധാനമല്ല നമ്മൾ ഓഫർ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്താണ് കർത്താവ് പറയാണ്, ഒരു ഇൻവൈറ്റ് ചെയ്യുന്നത്. ജീസസ് ഇൻവൈറ്റ്സ് യു ടു ബി അണ്ടർ ഹിസ് യോക്ക്. അവന്റെ നുഖത്തിന്റെ കീഴിലേക്കാണ്. ആശ്വാസം ലഭിക്കുക എന്ന് പറയുന്ന വാക്ക് നല്ല വാക്കാണ്. പക്ഷേ ആശ്വാസം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ പറയാണ്, പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ആശ്വാസം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ
എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നോക്ക്, അപ്പോഴാണ് ആശ്വാസം യാഥാർത്ഥ്യമാകുന്നത്. ശരിയായ ആശ്വാസം നമുക്കുണ്ടാകുന്നത് എവിടാന്ന് ചോദിച്ചാൽ, നിങ്ങൾ എപ്പോൾ യേശുവിൻ്റെ നുകത്തിൻ കീഴിലാണോ അപ്പോഴാണ് ശരിയായിട്ടുള്ള റെസ്റ്റ് നിങ്ങൾ അനുഭവിക്കുന്നത്. അല്ലെ നിങ്ങൾ ഒരിക്കലും അനുഭവിക്കത്തില്ല ആ കാര്യം. പക്ഷെ വിശ്വാസികളിൽ നല്ലൊരു ശതമാനവും റെസ്റ്റ് അനുഭവിക്കാത്തവരാണ്. വിശ്വാസികൾ നല്ലൊരു ശതമാനവും ഫ്രീഡം അനുഭവിക്കാത്തവരാണ്, സമാധാനം അനുഭവിക്കാത്തവരാണ്. അൺറെസ്റ്റ് ആണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഒരാൾ വളരെ അവനൊരു ഒരു ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആശ്വാസം നീ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഈ റെസ്റ്റ്, ഈ വിശ്രമം, ദൈവത്തിൽ നമ്മൾ വിശ്രമം കണ്ടെത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രത്യേകത, അവന് പിന്നെ അവൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച്, അതാണ് വാസ്തവത്തിൽ യേശു കർത്താവ് നൽകുന്ന ആശ്വാസത്തിന് പ്രത്യേകത. അത് സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നതല്ല. കർത്താവ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന വാക്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന വാക്കല്ല കറക്റ്റ്. ഭാഗ്യം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തുണ്ട്? ഒരു ചാൻസ് ഉണ്ട്. ഭാഗ്യക്കുറി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചാൻസ്. പക്ഷേ യേശു തരുന്ന ആശ്വാസത്തിന്റെ പ്രത്യേകത, അതിനകത്തൊരു ചാൻസിന്റെ പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു ചാൻസ് അല്ല, അതൊരു ബ്ലെസ്സഡ്നെസ് ആണ്, ഒരു അനുഗ്രഹീതമായ അവസ്ഥയാണ്. പക്ഷെ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ യു ആർ അണ്ടർ ദ യോക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കർത്താവ് നമ്മളെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. പക്ഷേ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി നമ്മളെ വെറുതെ വിടുകയല്ല, അവൻ നമ്മളെ യേശുവിൻ്റെ നുകത്തിന്റെ കീഴിലേക്ക് കയറ്റി നിർത്തുകയാണ്. ആ നുകത്തിലേക്ക് കയറ്റി നിർത്തുമ്പോൾ അവിടെ നമുക്ക് ആശ്വാസമുണ്ട്. വി ഹാവ് റെസ്റ്റ്. അവിടെ നമുക്ക് സമാധാനമുണ്ട്, അവിടെ നമുക്ക് സന്തോഷമുണ്ട്, അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താനാകും. അപ്പോൾ ഈ നുഖത്തിന്റെ കീഴിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഞാൻ കർത്താവിൽ നിന്ന് കൃത്യതയോടുകൂടെ പഠിക്കേണ്ടതായ ഒരു കാര്യമാണ് എന്ത്? സൗമ്യതയും താഴ്മയും. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമേ, എല്ലാം മറക്കുന്ന സ്നേഹമേ, വല്ലഭനായിടും ദൈവകുമാര ദിവ്യകാരുണ്യനാഥ. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമേ, എല്ലാം മറക്കുന്ന സ്നേഹമേ, വല്ലഭനായിടും ദൈവകുമാര ദിവ്യകാരുണ്യനാഥ. ക്ഷമയുടെ കൽഹാരമലർവനിയേ, ദയയുടെ വറ്റാത്ത ജലനിധിയേ, ക്ഷമയുടെ കൽഹാരമലർവനിയേ, ദയയുടെ വറ്റാത്ത ജലനിധിയേ, സങ്കീർത്തനമാലകൾ ചാർത്തുവാൻ ഞങ്ങൾ വരുന്നു നാഥ, ദിവ്യകാരുണ്യനാഥ. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമേ, എല്ലാം മറക്കുന്ന സ്നേഹമേ, വല്ലഭനായിടും ദൈവകുമാര ദിവ്യകാരുണ്യനാഥ.
30 വെള്ളി കാശിനു വിറ്റവനും അപ്പമായി ഭോജ്യമായി തീർന്നവനേ, 30 വെള്ളി കാശിനു വിറ്റവനും അപ്പമായി ഭോജ്യമായി തീർന്നവനേ, ഒത്തിക്കൊടുക്കുന്ന വേളയിൽ പോലും തോരാതെ സ്നേഹം ചൊരിഞ്ഞവനേ, ദിവ്യകാരുണ്യനാഥ, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമേ, എല്ലാം മറക്കുന്ന സ്നേഹമേ, വല്ലഭനായിടും ദൈവകുമാര, ദിവ്യകാരുണ്യനാഥ, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമേ, എല്ലാം